ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിലെ മർമ്മങ്ങൾ. ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് പൗലോസിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചത് ദമസ്കോസിലേക്കുള്ള യാത്രയിലാണ്. ദൈവം തർശീസിലേക്ക് പോയ യോനയുടെ വഴി തിരിച്ചുവിട്ടതുപോലെ ശൗലിൻ്റെ വഴിയും റീറൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ പാതകളെ നേരെയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി അവിടുത്തെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, ജനത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശൗലിനെയാണ് പൗലോസായി ദൈവം രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന സത്യം ഇവിടെ നിവൃത്തിയാകുന്നു. എതിർത്തവൻ അനുകൂലമാകുന്നു. മുടിച്ചവനെ തന്നെ തിരികെ പണിയുവാനായി ദൈവം തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവൻ്റെ നാമം തന്നെ ദൈവം മാറ്റുന്നു. ശൗലിന് താനായിരുന്ന ജീവിതത്തിന് അന്ധത പഠിപ്പിക്കുകയും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് അവൻ്റെ കണ്ണും ജീവിതവും ദൈവം തുറക്കുകയും പൗലോസിനെ ജാതികൾക്ക് പ്രകാശമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഈ പ്രകാശമാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൂടി നാം ഇന്ന് അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന തിന്മയുടെയും ലോകത്തിൻ്റെയും വഴിയിൽ നിന്നും മാറ്റി നമ്മെയും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച് മറ്റൊരു പൗലോസാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം അത് ആഗ്രഹിക്കുന്നുവോ? ചിന്തിക്കുക. നമ്മുടെ നോട്ടം ക്രിസ്തുവിങ്കലേക്കാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.